What is Doppler effect in sound? The apparent change in the frequency of sound when the source and the listener move relative to each other is called Doppler effect. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സിൻ്റെയോ അല്ലെങ്കിൽ അത് കേൾക്കുന്ന ലിസണറുടെയോ മൂവ്മെൻറ്റ് മൂലം സൗണ്ടിൻ്റെ ഫ്രീക്വൻസിയിലുണ്ടാവുന്ന ചേഞ്ചിനെ, വേരിയേഷനെയാണ് ഡോപ്ലർ ഇഫക്റ്റ് ഇൻ സൗണ്ട് എന്ന് പറയുന്നത്. നമുക്കിനി ഈ അപ്പാരൻ്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അപ്പാരൻ്റ് ഫ്രീക്വൻസി ഓഫ് സൗണ്ടിൻ്റെ ഇക്വേഷനാണ് നമ്മൾക്കിവിടെ ഡിറൈവ് ചെയ്യേണ്ടത്. പിക്ചറിൽ എസ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സാണ്, എൽ ലിസണറാണ്. സോഴ്സിൽ നിന്നും ലിസണറിലേക്കുള്ള ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിൻ്റെ വെലോസിറ്റി എത്രയാണ്? ക്യാപിറ്റൽ വി ആണ്. നമുക്കറിയാം വെലോസിറ്റി ഓഫ് സൗണ്ട് വേവ് ക്യാപിറ്റൽ വി ഈക്വൽ ടു എന്താ ഇക്വേഷൻ? ന്യൂ ലാംഡ. അവിടെ ന്യൂ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് വേവ്, ലാംഡ സൗണ്ട് വേവിൻ്റെ വേവ് ലെങ്ത് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു വി ബൈ ലാംഡ എന്നും എഴുതാം, വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു വി ബൈ ന്യൂ എന്നും എഴുതാം. ഇനിയും നമ്മളിവിടെ കൺസിഡർ ചെയ്തു സോഴ്സ് വി എസ് എന്ന വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുകയാണ് ടുവേർഡ്സ് ദി ലിസണർ. അപ്പോൾ വി എസിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവാണ്. സൗണ്ട് വേവിൻ്റെ വെലോസിറ്റി എത്രയാണ്? ക്യാപിറ്റൽ വി ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് റിലേറ്റീവ് ടു സോഴ്സ് എത്രയായിരിക്കും? സൗണ്ടിൻ്റെ വെലോസിറ്റി ക്യാപിറ്റൽ വി ആണ്, സോഴ്സിൻ്റെ വെലോസിറ്റി വി എസ് ആണ്, രണ്ടിൻ്റെയും ഡയറക്ഷൻ സെയിം ആണ്. അതുകൊണ്ട് വെലോസിറ്റി ഓഫ് സൗണ്ട് റിലേറ്റീവ് ടു സോഴ്സ് എന്തായിരിക്കും? വി മൈനസ് വി എസ് ആയിരിക്കും. വെലോസിറ്റി ഓഫ് സൗണ്ട് റിലേറ്റീവ് ടു സോഴ്സ് ഈക്വൽസ് വി മൈനസ് വി എസ്. വി സൗണ്ടിൻ്റെ ഒറിജിനൽ വെലോസിറ്റി, വി എസ് സോഴ്സിൻ്റെ വെലോസിറ്റി. ദർഫോർ വെലോസിറ്റി ഓഫ് സൗണ്ട് റിലേറ്റീവ് ടു സോഴ്സ് വി മൈനസ് വി എസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സൗണ്ട് വേവിൻ്റെ വേവ് ലെങ്ത് നമുക്കറിയാം, വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു വി ബൈ ന്യൂ ആണ്. പക്ഷേ ഇവിടെ വിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? വി മൈനസ് വി എസ് എന്ന് കൊടുക്കണം. അതുകൊണ്ട് തന്നെ സൗണ്ടിൻ്റെ പുതിയ വേവ് ലെങ്ത്, അപ്പാരൻ്റ് വേവ് ലെങ്ത് ഓഫ് സൗണ്ട് ലാംഡ പ്രൈം ഈക്വൽ ടു എന്താണ്? വി മൈനസ് വി എസ് ബൈ ന്യൂ ആണ്. ഇനി നമ്മൾ ലിസണറെ കൺസിഡർ ചെയ്യുന്നു. ലിസണർ വി എൽ എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുകയാണ്. എങ്ങോട്ടേക്കാണ് ട്രാവൽ ചെയ്യുന്നത്? എവേ ഫ്രം ദി സോഴ്സ്, അതായത് പോസിറ്റീവ് ഡയറക്ഷനിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് റിലേറ്റീവ് ടു ലിസണർ എന്തായിരിക്കും? ലിസണറെ സംബന്ധിച്ചിടത്തോളം സൗണ്ടിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? വി മൈനസ് വി എൽ ആയിരിക്കും. രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് നമുക്ക് എന്തെടുക്കാം? വി മൈനസ് വി എൽ എന്നെടുക്കാം. വെലോസിറ്റി ഓഫ് സൗണ്ട് റിലേറ്റീവ് ടു ലിസണർ ഈസ് ഈക്വൽ ടു വി മൈനസ് വി എൽ. അങ്ങനെയാണെങ്കിൽ ആ ലിസണർ കേൾക്കുന്ന സൗണ്ട് വേവിൻ്റെ ഫ്രീക്വൻസി, അതിനെയാണ് നമ്മൾ അപ്പാരൻ്റ് ഫ്രീക്വൻസി ഓഫ് സൗണ്ട് വേവ് എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? ന്യൂ പ്രൈം ഈക്വൽ ടു വി മൈനസ് വി എൽ ബൈ ലാംഡ പ്രൈം ആയിരിക്കും. നമുക്കറിയാം ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു വി ബൈ ലാംഡയാണ്. ഇവിടെ വി എന്തായി? വി മൈനസ് വി എൽ ആയി. വെലോസിറ്റി ഓഫ് സൗണ്ട് റിലേറ്റീവ് ടു ലിസണർ. ലാംഡക്ക് പകരം നമ്മൾ എന്തെടുക്കുന്നു? ലാംഡ പ്രൈം എന്നെടുക്കുന്നു. എന്താണ് ലാംഡ പ്രൈം? ലാംഡ പ്രൈം ഈസ് ഈക്വൽ ടു വി മൈനസ് വി എസ് ബൈ ന്യൂ എന്ന് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ആ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ന്യൂ പ്രൈം ഈക്വൽ ടു വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ ലാംഡ പ്രൈമിന് പകരം വി മൈനസ് വി എസ് ബൈ ന്യൂ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിലേക്ക് വരും. ന്യൂ പ്രൈം ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് ഇൻറ്റു ന്യൂ എന്ന് വരുന്നു. ഇനി ഇവിടെ ഓരോ ടേമും എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? വി സൗണ്ടിൻ്റെ വെലോസിറ്റിയാണ്, വി എൽ ലിസണറുടെ വെലോസിറ്റിയാണ്, വി എസ് സോഴ്സിൻ്റെ വെലോസിറ്റിയാണ്, ന്യൂ സൗണ്ടിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസിയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കേസിൽ വി എല്ലും വി എസും പോസിറ്റീവ് ഡയറക്ഷനിലാണ് നമ്മൾ മനസ്സിലാക്കണം. വി എല്ലും പോസിറ്റീവാണ്, വി എസും പോസിറ്റീവാണ്. അതായത് സോഴ്സ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദി ലിസണർ, ലിസണർ ഈസ് മൂവിങ് എവേ ഫ്രം ദി സോഴ്സ്. ഇതാണ് അപ്പാരൻ്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. ന്യൂ പ്രൈം ഈക്വൽസ് വി മൈനസ് വി എൽ ഡിവൈഡ് ബൈ വി മൈനസ് വി എസ് ഇൻറ്റു ന്യൂ. താങ്ക് യു. അപ്പാരൻ്റ് ഫ്രീക്വൻസി ഓഫ് സൗണ്ടിൻ്റെ
ജനറൽ ഇക്വേഷനാണ് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തത്. ന്യൂ പ്രൈം ഈക്വൽസ് വി മൈനസ് വി എൽ ഹോൾ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് ഇൻറ്റു ന്യൂ. ഇവിടെ വി സൗണ്ടിൻ്റെ വെലോസിറ്റിയാണ്, വി എൽ ലിസണറുടെ വെലോസിറ്റിയാണ്, വി എസ് സോഴ്സിൻ്റെ വെലോസിറ്റിയാണ്, ന്യൂ സൗണ്ടിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസിയാണ്. ഇനി ഈ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കുക. ഇവിടെ സോഴ്സ് വി എസ് എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നു ടുവേഴ്സ് ദി ലിസണർ. ലിസണർ വി എൽ എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നു എവേ ഫ്രം ദി സോഴ്സ്. ഇവിടെ നമ്മൾ സോഴ്സിൽ നിന്നും ലിസണറിലേക്കുള്ള ഡയറക്ഷൻ അല്ലെങ്കിൽ സൗണ്ടിൻ്റെ പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേ ഡയറക്ഷനിൽ തന്നെ ആയതുകൊണ്ട്, ഈ സിറ്റുവേഷനിൽ അതേ ഡയറക്ഷനിൽ തന്നെ ആയതുകൊണ്ട് വി എല്ലും പോസിറ്റീവാണ്, വി എസും പോസിറ്റീവാണ്. ഈ സിറ്റുവേഷനിലുള്ള അപ്പാരൻ്റ് ഫ്രീക്വൻസിയാണ് വി മൈനസ് വി എൽ ബൈ വി മൈനസ് വി എസ് ഇൻറ്റു ന്യൂ. ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ചിട്ട് വി എൽ നെഗറ്റീവ് ആവാം, വി എസ് നെഗറ്റീവ് ആവാം. അത് ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ചിട്ട് സംഭവിക്കും. ഇനി നമ്മളിതിൽ ഒന്നാമത്തെ കേസ് എടുക്കുന്നു. ഇഫ് ദ സോഴ്സ് ഈസ് അറ്റ് റെസ്റ്റ്, സോഴ്സ് റെസ്റ്റിലാണെങ്കിൽ, ഇപ്പോൾ സോഴ്സ് റെസ്റ്റിലാണെങ്കിൽ സോഴ്സിൻ്റെ വെലോസിറ്റി വി എസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതിൽ തന്നെയുള്ള ഫസ്റ്റ് സബ് കേസ് എന്താണ്? ലിസണർ ഈസ് മൂവിങ് എവേ ഫ്രം ദി സോഴ്സ്. സോഴ്സ് റെസ്റ്റിലാണ്, ലിസണർ ഈസ് മൂവിങ് എവേ ഫ്രം ദി സോഴ്സ്. ഇപ്പം ലിസണർ ഈസ് മൂവിങ് എവേ ഫ്രം ദി സോഴ്സ് എന്ന് പറയുമ്പോൾ വി എൽ എന്ത് തന്നെയാണ്? പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ എന്ത് മാറ്റമാണ് വരിക? വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് എന്താണ്? 0 അപ്പോൾ വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് 0 ഇൻറ്റു ന്യൂ, അല്ലെങ്കിൽ ന്യൂ പ്രൈം ഈക്വൽസ് വി മൈനസ് വി എൽ ബൈ വി ഇൻറ്റു ന്യൂ. ഇനി സോഴ്സ് റെസ്റ്റിലാണ്, ലിസണർ ഈസ് മൂവിങ് ടുവേർഡ്സ് ദി സോഴ്സ്. സോഴ്സ് ഈസ് അറ്റ് റെസ്റ്റ്, ലിസണർ ഈസ് മൂവിങ് ടുവേർഡ്സ് ദി സോഴ്സ്. അപ്പം ലിസണർ സോഴ്സിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അല്ലെങ്കിൽ സൗണ്ടിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മൾ വി എൽ നെഗറ്റീവായിട്ട് എടുക്കണം. അതാണ് ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തത്. ഈ കേസിൽ വി എൽ എന്താണ്? നെഗറ്റീവാണ്. വി എസ് ഓൾറെഡി 0 അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് മാറ്റം വരും? ന്യൂ പ്രൈം ഈക്വൽസ് വി മൈനസ് മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി എന്ന് വരും ഇൻറ്റു ന്യൂ, അല്ലെങ്കിൽ വി പ്ലസ് വി എൽ ഹോൾ ഡിവൈഡ് ബൈ വി ഇൻറ്റു ന്യൂ. ഇനി കേസ് 2, ഇഫ് ദ ലിസണർ ഈസ് അറ്റ് റെസ്റ്റ്. ലിസണർ റെസ്റ്റിലാണ്, സോഴ്സ് മാത്രം മൂവ് ചെയ്യുന്നു. അതായത് ലിസണർ റെസ്റ്റിലായതുകൊണ്ട് വി എല്ലിൻ്റെ വാല്യൂ എന്താണ്? 0 അതിൽ തന്നെ ഒന്നാമത്തെ സബ് കേസ് എന്താണ്? ലിസണർ റെസ്റ്റിലാണ്, സോഴ്സ് ഈസ് മൂവിങ് എവേ ഫ്രം ദി ലിസണർ. സോഴ്സ് ഈസ് മൂവിങ് എവേ ഫ്രം ദി ലിസണർ. അപ്പോൾ സോഴ്സ് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. സോഴ്സ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ വി എസിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റായി, അല്ലെങ്കിൽ വി എസ് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്തായിരിക്കും? വി മൈനസ് വി എല്ലിൽ വി എൽ 0 ആയതുകൊണ്ട് വി എന്നെടുക്കുന്നു ഡിവൈഡഡ് ബൈ വി മൈനസ് മൈനസ് വി എസ്, കാരണം വി എസ് നെഗറ്റീവാണ്, ഇൻറ്റു ന്യൂ, അല്ലെങ്കിൽ വി ഡിവൈഡ് ബൈ വി പ്ലസ് വി എസ് ഇൻറ്റു ന്യൂ. ഇനി ലിസണർ ഈസ് അറ്റ് റെസ്റ്റ്, സോഴ്സ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദി ലിസണർ. സോഴ്സ് ലിസണറിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വി എസ് എന്ത് തന്നെയാണ്? പോസിറ്റീവ് തന്നെയാണ്. അതാണ് ഞാനിവിടെ കൊടുത്തത്. വി എസ് പോസിറ്റീവാണ്, വി എൽ 0 അപ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടും? ന്യൂ പ്രൈം ഈക്വൽസ് വി ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് ഇൻറ്റു ന്യൂ. ഇനി അടുത്ത കേസ്, സോഴ്സ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദ ലിസണർ, ലിസണർ ഈസ് മൂവിങ് എവേ ഫ്രം ദി സോഴ്സ്. ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ ആ കേസ് തന്നെയാണ്. അതായത് പിക്ചറിലുള്ള കേസ്, സോഴ്സ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദി ലിസണർ, ലിസണർ ഈസ് മൂവിങ് എവേ ഫ്രം ദ സോഴ്സ്. വി എസും പോസിറ്റീവാണ്, വി എല്ലും പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. ന്യൂ പ്രൈം ഈക്വൽസ് വി മൈനസ് വി എൽ ഹോൾ ഡിവൈഡ് ബൈ വി മൈനസ് വി എസ് ഇൻറ്റു ന്യൂ. അടുത്ത കേസ്, സോഴ്സ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദി ലിസണർ, ലിസണർ ഈസ് മൂവിങ് ടുവേർഡ്സ് ദി സോഴ്സ്. സോഴ്സ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദി ലിസണർ എന്ന് പറയുമ്പോൾ വി എസ് പോസിറ്റീവാണ്. ലിസണർ ഈസ് മൂവിങ് ടുവേർഡ്സ് ദി സോഴ്സ്. ഈ കേസിൽ ലിസണർ എവേ ഫ്രം ദി സോഴ്സ് ആണ്. ഈ കേസിൽ ലിസണർ ഈസ് മൂവിങ് ടുവേർഡ്സ് ദി സോഴ്സ് എന്ന് പറയുമ്പോൾ വി എൽ നമ്മൾ എന്തായിട്ട് എടുക്കുക? നെഗറ്റീവായിട്ട് എടുക്കുക. അതായത് വി എസ് പോസിറ്റീവ് തന്നെ, വി എൽ നെഗറ്റീവ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ത് മാറ്റാൻ വരിക? ന്യൂ പ്രൈം ഈക്വൽസ്
V minus VL divided by V minus VS into nu അല്ലെങ്കിൽ V plus VL by V minus VS into nu. അടുത്ത കേസ് source is moving away from the listener is moving away from the source. Source is moving away from the listener. Source is moving away from the listener. VS negative. Listener is moving away from the source. Listener is moving away from the source എന്ന് പറയുമ്പോൾ VL പോസിറ്റീവ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താ മാറ്റാൻ വരുക? VS നെഗറ്റീവ്, VL പോസിറ്റീവ്. ന്യൂ പ്രൈം ഈക്വൽസ് V minus VL ഹോൾ ഡിവൈഡഡ് ബൈ V minus VS into nu അല്ലെങ്കിൽ V minus VL divided by V plus VS into nu. Last case, source is moving away from the listener is moving towards the source. Source is moving away from the listener, VS negative. Listener is moving towards the source, VL negative. VS negative, VL negative. ഈ കേസിൽ ന്യൂ പ്രൈം ഈക്വൽസ് V minus VL ഹോൾ ഡിവൈഡഡ് ബൈ V minus VS into nu equals V plus VL divided by V plus VS into nu. ഇങ്ങനെ സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഇക്വേഷനിൽ മാറ്റം വരും. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾക്ക് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏത് സിറ്റുവേഷനാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഇക്വേഷനാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. താങ്ക് യു. ഇനി ഡോപ്ലർ ഇഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പബ്ലിക് എക്സാമിന് ചോദിച്ച പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ വിമൺ ഈസ് ട്രാവലിംഗ് ഇൻ എ കാർ അറ്റ് എ സ്പീഡ് ഓഫ് 25 meter per second. She is moving away from a source producing a sound of 512 Hz. Question A. Calculate the frequency of sound heard by her. Speed of the sound in air is 340 meter per second. Question B. Name the phenomenon that explains this variation in frequency. Question B നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. ഫ്രീക്വൻസിയുടെ വേരിയേഷന് കാരണം ഡോപ്ലർ ഇഫക്റ്റ് എന്ന ഫിനോമിനനാണ്. ഡോപ്ലർ ഇഫക്റ്റ് ഇൻ സൗണ്ട് ആണ് ഫ്രീക്വൻസിയുടെ വേരിയേഷന് കാരണം. ഇനി നമ്മൾക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പാരൻ്റ് ഫ്രീക്വൻസിയുടെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. ന്യൂ പ്രൈം ഈക്വൽസ് V minus VL ഹോൾ ഡിവൈഡഡ് ബൈ V minus VS into nu. ഇവിടെ V സൗണ്ടിൻ്റെ വെലോസിറ്റി, VL ലിസണറുടെ വെലോസിറ്റി, VS സോഴ്സിൻ്റെ വെലോസിറ്റി, ന്യൂ സൗണ്ടിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസി. ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ VLും VSും പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷനാണ്. അതായത് ലിസണർ ഈസ് മൂവിങ് away from the source is moving towards the listener എന്ന സിറ്റുവേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി നമ്മുടെ പ്രോബ്ലത്തിൽ തന്ന സിറ്റുവേഷൻ എന്താണ്? പ്രോബ്ലത്തിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സ് റെസ്റ്റിലാണ്. അതായത് VSൻ്റെ വാല്യൂ 0 ആണ്. ലിസണർ ഈസ് മൂവിങ് അവേ ഫ്രം ദി സോഴ്സ് ആണെന്ന് പ്രോബ്ലത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ VL പോസിറ്റീവാണ്. ആ VLൻ്റെ വാല്യൂ നമ്മൾക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. അത് 25 meter per second ആണ്. സോഴ്സ് റെസ്റ്റിലായതുകൊണ്ട് VS 0 meter per second ആണ്. സോഴ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി 512 Hz ആണ്, ഒറിജിനൽ ഫ്രീക്വൻസി. സൗണ്ടിൻ്റെ എയറിലൂടെയുള്ള വെലോസിറ്റി 340 meter per second എന്നും പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഇനി ഈ വാല്യൂസ് ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? ന്യൂ പ്രൈം ഈക്വൽസ് 340 minus 25 ഹോൾ ഡിവൈഡ് ബൈ 340 minus 0 into 512 ഈക്വൽസ് 474.35 Hz എന്ന് നമുക്ക് കിട്ടും. ഇനി ഇവിടെ നമ്മൾ 340 minus 25 എന്നാണ് എടുത്തത്. കാരണം VL പോസിറ്റീവാണ്. ലിസണർ ഈസ് മൂവിങ് അവേ ഫ്രം ദി സോഴ്സ്. ഇനി സപ്പോസ് ലിസണർ സോഴ്സിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ഇഫ് ദ ലിസണർ ഈസ് മൂവിങ് ടുവേർഡ്സ് ദി സോഴ്സ്, അന്നേരം നമ്മൾക്കിത് 340 plus 25 എന്ന് എടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ മാറും. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഈ സിറ്റുവേഷനിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 474.35 Hz എന്നാണ്. താങ്ക് യു.